ഹായ് ഗേസ്, വെൽക്കം ടു ആര്യരാജ്. രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ്. കുറച്ച് നടിയൽ രീതിയാണ് ഇന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. പല പല നടിയൽ രീതികൾ. നമ്മൾ പലത് പരീക്ഷിച്ചാലല്ലേ ചിലതൊക്കെ വിജയിക്കൂ. അതുകൊണ്ട് പല പരീക്ഷണ രീതികൾ നിങ്ങൾക്കും കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് വരും. ഇപ്പോൾ 2-3 ചട്ടികളൊക്കെ ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇതും ഒരു നട്ടിരുന്നതാണ്. ഇതിനിതാ ഓട് വെച്ച് ആദ്യം ശുശിരങ്ങൾ അടയ്ക്കണം. അടച്ചതിന് ശേഷം കുറച്ച് മണ്ണ്, ഇത് കണ്ട കുമ്മായമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ്. ഇതുപോലെ പല പല പൂച്ചട്ടികളിൽ നിന്ന് എടുത്തിട്ട് കുമ്മായം കൂടെയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. ഇത് ആദ്യം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കരിയില, കണ്ട കരിയിലയൊക്കെ നല്ല കിടന്ന് പൊടിഞ്ഞ കരിയില ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന എത്ര കായ്ഫലം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അടിയിൽ കുറച്ച് കോഴിക്കാര ഇടാം. കോഴിക്കാര അടിയിലോട്ടിടാം. എന്നിട്ട് ചെറിയ ചെടികളോ ചെറിയ വിത്തുകളോ ഒക്കെ ആയിരിക്കും ഞാനിപ്പോൾ നടാൻ പോകുന്നത്. അതൊക്കെയാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നടുമ്പോൾ കോഴിക്കാര മീതെ കിടന്നാലത് അഴുകിപ്പോവും. അതുകൊണ്ട് കോഴിക്കാര അടി കിടക്കണം. കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മണ്ണ്, നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ്. കണ്ടോ, നല്ല മണ്ണാണ്. ഇതുപോലത്തെ മണ്ണായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പരുവപ്പെടുത്തി എടുക്കണം. ചകിരിച്ചോറും കരിയില വേസ്റ്റും എല്ലാം ഇട്ട് പൊടിച്ച് മണ്ണ് പരുവാക്കി ഇതുപോലെ എടുക്കണം. അതിനുശേഷം കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുക്കാം. തീ എത്തിച്ച് വാരി വെച്ചിരിക്കുന്ന ചാരമാണ്. അടുപ്പ് കത്തിക്കുന്നതാണ്. ഇത് വീണ്ടും കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതുപോലെ എടുത്തു വച്ചിരിക്കുന്ന വളക്കൂട്ടുകൾ, ചകിരിച്ചോറ്, വേപ്പൻ പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, ഇത് എല്ലുപൊടി, ഇത് കുറച്ച് സൂഡോമോണസ്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് പുറം ഭാഗത്ത് മീതെ എല്ലാം നിറച്ചതിന് ശേഷം പുറത്ത് ഭാഗത്ത് നമ്മളിതുപോലെ കുറച്ച് മിക്സ് ചെയ്ത വളങ്ങൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം തൈയാണെങ്കിൽ തൈ, വിത്താണെങ്കിൽ വിത്ത്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ നട്ടു കൊടുക്കണം. കുറച്ച് ഇതിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. അതിന് കുറച്ച് മണ്ണും കൂടെ ഇട്ട് ഇതിനെ ഒന്ന് പരുവപ്പെടുത്തണം. പരുവായില്ല. ഇങ്ങനെയാണ് ചട്ടി നിറയ്ക്കേണ്ടത്. ഇങ്ങനെ പൂച്ചട്ടി നിറയ്ക്കണം. ഇതുപോലെ നിറച്ച് വെച്ച് നട്ടേക്കണേണ് ഇതെല്ലാം. കണ്ട, ഇത് ഒരു രീതി. വേറെ ഒരു രീതി ഇതാണ്. ഇത് കണ്ട, വലിയ ഒരു ബോക്സാണ്. വലിയ ബോക്സായിട്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ കുറേ പൊടിഞ്ഞ തൊണ്ടുകൾ, മറ്റുള്ള വളങ്ങൾ, പച്ചക്കറി വേസ്റ്റുകൾ എല്ലാം ഇതാ 1/2 ബക്കറ്റോളം നിറച്ചു. കണ്ട, ഇതിലോട്ടിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള വലിയ കേനക്കായ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ഒത്തിരി വളങ്ങളിടാം, ഒത്തിരി ചെടിയും നടാം. ഒരു 4-5 മൂട് ഇത് നടാൻ പറ്റും. അത്ര വലുതല്ലേ. വെള്ളം ഒഴിക്കാനും അതിനുള്ള വളം ആവശ്യമായിട്ട് ഇതിൽ നിന്ന് കിട്ടും. അത്രത്തോളം വലുതായിരുന്നു. അതിനുശേഷം വീണ്ടും കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചകിരിച്ചോറും കുമ്മായവും കൂടെ മിക്സ് ചെയ്തതാണ്. മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറ്റാനും മണ്ണ് കേടാവാതിരിക്കണം. ഒരു പല്ലി കേടാവാതെ ഇരിക്കാനാണ് ഇതിട്ടത്. വീണ്ടും ഇതിലോട്ട് നമുക്ക് കുറേ മണ്ണ് കൂടെ
ഇട്ട് കൊടുക്കാം. ഇതുപോലെ മണ്ണ് നമ്മൾ കൂട്ടിയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ അട്ടകൾ വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇത് കണ്ടോ അട്ട. നമ്മളിതിലേക്ക് എന്തെങ്കിലും ഈ മണ്ണെണ്ണ ഇതുപോലെ ഒരു ക്യാനിലാക്കി ഹോളിട്ട് വെച്ചിരുന്ന തുള്ളി തുള്ളിയായിട്ട് വരും. ഇതിങ്ങനെ ഓരോ തുള്ളി ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങ് ചത്തുപോകും. ഇല്ലെങ്കിൽ ഇതാ കണ്ട നൂറെണ്ണ എൻ്റെ ഒഴിക്കുന്നത്. ഈ ചെടിയുടെ അടിയിൽ കിടന്ന് ചെടികളെയൊക്കെ ഇത് നശിപ്പിക്കും. മുമ്പൊക്കെ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, ഇതൊന്നും ചെയ്യില്ല. ഇപ്പോഴും ഞാൻ ഇതുപോലെ ഒരു ചെടി ഒരുമാതിരി അങ്ങ് അഴുവിയതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി നല്ല ഉരവും എല്ലാം കൂട്ടി വെച്ച് നല്ല ഒരുമാതിരി നിസ്സാര ഇതുപോലെയൊക്കെ ഒരുമാതിരി വാടൽ എന്താണെന്നറിയാൻ ഞാൻ മൂടൊന്ന് കിണ്ടി നോക്കിയപ്പോൾ കാണാം ഇതുപോലത്തെ അട്ടകളെന്ന് പറയും. അപ്പോൾ ഈ അട്ട അവിടെ കിടന്ന് എന്തോ പ്രശ്നം ചെയ്യണം. അത് കാരണമാണ് ചെടിക്കൊരു വാട്ടമരം. അതുകൊണ്ട് അന്ന് തൊട്ട് ഞാനിതുപോലെ മണ്ണെണ്ണ ശേഖരിച്ച് വെച്ച് അട്ടകളെ പുറത്ത് വയ്ക്കുന്നു. അങ്ങനെ അട്ടയെ കിണ്ടി കളയുകയും ചെയ്യും. അതിനുശേഷം ചെടിക്കൊരു ഉന്മേഷം വന്നു. അപ്പോൾ മനസ്സിലായി ഈ അട്ട അപകടകാരിയാണെന്ന്. അതുകൊണ്ടാണ് ഈ അട്ടയും കൊന്നാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. മണ്ണൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ മണ്ണിൻ്റെ വെള്ളം നനച്ചൊന്നാകി പരുവം വെക്കണം. ഇതൊക്കെ നടാൻ പോകുന്ന വെണ്ടത്തൈയാണ്. ഇത് കണ്ട വെണ്ട, ഈ വെണ്ടയാണ്. ഇതുപോലത്തെ വെണ്ട എടുത്ത് വെച്ച് വിത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ട വിത്തെടുത്ത് വെച്ചാൽ രാവിലെ നല്ല വിത്ത് രാവിലെ ഇതിനെ വെള്ളത്തിലിട്ട് വെച്ചു. വെള്ളം ഊറ്റിയിട്ട് കയ്യിലിടുക. സാധാരണ മുളപ്പിച്ച് ഞാൻ എടുക്കാറുണ്ട്. ഇപ്പോൾ മുളപ്പിക്കുന്ന പരിപാടി നിർത്തി. എന്താണെന്ന് വെച്ചാൽ മുളപ്പിച്ചപ്പോൾ ഇതുപോലെ ഇതാണ് മുളപ്പിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഈ മുള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് പിന്നെ നമ്മൾ മണ്ണിടുമ്പോൾ എന്തോ മുള ഒടിഞ്ഞു പോവുകയെ എന്തൊക്കെ ചെയ്ത് കുറേയൊക്കെ നഷ്ടം വന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം മുളപ്പിക്കണ്ട, മുളപ്പിക്കാതെ കുതിർത്തതിന് ശേഷം ഇതുപോലെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിനും ഇതുണ്ട് ഈ ചട്ടികളിൽ അതിൽ ഇത് നടാം. ഒരു 3 കുഴി വീതം നടാം. 3 എണ്ണത്തിന് 3 എണ്ണം വീതം ഇടാം ഇട്ട് നടാം. എന്നാലേ 2-3 എണ്ണമെങ്കിലും കിട്ടും. ഒരുപാട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇളക്കി നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് നടാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഓരോ കുഴികളിലായിട്ട് ഇത് 2-3 വീതം നട്ടു കൊടുക്കണം. പൊടിച്ച് വരുന്ന ഏകദേശം 7 ദിവസമൊക്കെ പിടിക്കും. എന്നിട്ട് കോത്തല്ലേ ഉള്ളൂ, മുളച്ചില്ല, കോത്തതേ ഉള്ളൂ. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത രാത്രികൾ, വിവാദപൂർണ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, മാനസ സരസിൽ പറന്നിറങ്ങിയ മരാള കന്യകളെ, മനോഹരാംഗികളെ, നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ. ഈ ഇത്തിരി പകരമീ പൂവ് തരാം. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത രാത്രികൾ. അതുപോലെ 7 ദിവസങ്ങൾ കഴിയണം ഇനി ഇത് വിത്ത് മുളച്ച് തയ്യായി വരെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പം നമുക്ക് ഒരു ഫ്രൂട്ട് അവിടെ പഴുത്ത് തറയെ വീണ് കിടക്കുന്നുണ്ട്. ഞാനത് പറിച്ചെടുക്കാൻ പോവാണ്. വാ, നമുക്ക് അങ്ങോട്ട് പോയി അത് പറിച്ചെടുക്കാം. ഇവിടെയാണ് ആ ഫ്രൂട്ട് നിൽക്കുന്നത്. പഴുത്ത് ഇവിടെയൊക്കെ വിഴുന്ന് കിടക്കുകയാണ്. കണ്ട, ഇതാണ് സാധനം. പഴുത്ത് ഉണങ്ങി തുടങ്ങി. പഴുത്ത് ഇവിടെയൊക്കെ കിടക്കും. നല്ല ഇനം ഫ്രൂട്ടാണിത്. പൈസ കൊടുത്താൽ കൂടെ വാങ്ങാൻ കിട്ടാത്ത ഫ്രൂട്ടാണിത്. തറയിൽ വീണ് കിടന്നതാണ്. ഇനി പഴുത്തും നിൽക്കുന്നുണ്ട്.
കണ്ട രണ്ടായിട്ട് തൂങ്ങി നിൽക്കേ. ഈ ഫ്രൂട്ടെന്ന് വെച്ചാൽ കാശ് കൊടുത്താൽ കൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇത് അത്ര നല്ലതാണ്. ഇത് ഒരെണ്ണം ഒരു ദിവസം ഓരോ എണ്ണം വീട് ഇവിടെയൊക്കെ ഒത്തിരിക്കുന്നതിനകത്ത് ഇത് പഴിച്ചു. ഇതിൻ്റെ ഒഴിച്ച് കണ്ട ഇതുപോലെ ഇങ്ങനെ കളർ മാറുമ്പോൾ മഞ്ഞ കളർ ആകുമ്പോഴാണ് വിളഞ്ഞെന്ന് മനസ്സിലാവുന്നത്. ഇതിനകത്തോട്ടൊക്കെ നിൽക്കുകയാണ് നല്ല ഇത് ഏകദേശം 2 ദിവസം കൂടെ നിന്നിട്ട് പറിക്കാതൊക്കെ വേണ്ടേ. ഒത്തിരി കായ്കളുണ്ട്. മുമ്പ് ഇവിടെ ചുവപ്പ് കായ ഉണ്ടായി. ഇപ്പം ചുവപ്പ് അവിടെയാണ് നിൽക്കുന്നത്. അതിൽ 2-3 കായേ ഉള്ളൂ. വേണ്ട ഇതിലൊക്കെ വലിയ കായകളാണ്. വേണ്ട കണ്ട ഇതൊക്കെ നല്ല വലിയ ഇതൊക്കെ പരിവാണ്. ഇതൊക്കെ നിൽക്കുന്നു. അതിൻ്റെയൊക്കെ നിറയെ നിൽക്കുകയാണ്. ഇതൊന്ന് അറുത്ത് ഈ പറയ വീഴുന്ന കിടന്നത് ഒന്ന് അറുത്ത് നോക്കാം. അഹം കേടായോ ഒന്ന്. കേടൊന്നും ആയില്ലെന്ന് തോന്നുന്നു. കണ്ടാ കേടൊന്നും ആയില്ല. നല്ല മധുരം കേട്ടാ. എന്താണെന്നറിയാം, നല്ല പഴുത്ത് വീഴുന്ന കിടന്ന കാരണം നല്ല മധുരം. ഈ കുരു വീഴുന്നിടന്നാൽ വീണ്ടും 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 പൊടിച്ചു വരും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇത് ആൾക്കാർ ചിലപ്പോൾ പറിക്കാതൊക്കെ അങ്ങിട്ടിരിക്കുമ്പോൾ കിളി വന്ന് കൊത്തി കൊണ്ടുപോകും. അത് കഴിച്ചാൽ അത് കാഷ്ടിക്കുമ്പോഴാണ് അതിൻ്റെ ഈ വിത്ത് മുഴുവനെ തന്നെ കിടക്കും. ഇത് പൊട്ടിപ്പോവില്ല. അങ്ങനെയാണ് ഈ പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ ഇത് വീണ്ടും വീണ്ടും പൊടിച്ചു വരും. ഇപ്പോഴതിന് ആരും വിട്ടുകൊടുക്കാറില്ല. പൊടിച്ചു വന്ന് കായ വന്ന് കാത്തിരിക്കും, കായ വന്ന് പറിക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ. സത്യമായിട്ട് നല്ല മധുരം. എന്തൊരു മധുരം. അതുപോലെ ഒരു സാധനം എന്താണ് നോക്കിയേ, കപ്പയ്ക്ക പഴുത്തേക്കും. അതിനൊക്കെ പറിച്ചെടുക്കട്ടെ. പറിച്ചാണിപ്പോൾ കപ്പയ്ക്കയും പറിക്കാൻ വേണം. കണ്ട ഇത് വെച്ച് അല്ലെങ്കിൽ ഇത് അപ്പുറത്ത് വിളയിൽ പോകും. അതുകൊണ്ട് ഇത് വെച്ച് പറിച്ച് എടുക്കാം. ഇതായിട്ട് അത് കിട്ടി. കണ്ട ഇപ്പം ചെറുതായിപ്പോയി, പഴുത്തു. പക്ഷേ തറയെ വീഴാതെ പറിച്ചെടുക്കാൻ സാധിച്ചില്ലേ. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനം എന്തായാലും നമുക്കിതിൽ തറയെ വീഴാതെ തല്ലാതെ പറിച്ചെടുക്കാൻ സാധിക്കും. രണ്ട് കപ്പയ്ക്ക് എടുത്തിരിക്കുന്നു, ഒന്നല്ല. അത് തറയിൽ ഇത് പോയി. ഇത് ഇത്തിരി കൂടെ വലുത്. എന്താ ഇത് ഇത്തിരി കൂടെ വലുത്, വലിയ കപ്പയ്ക്ക. എങ്ങനെയുണ്ട് ഫ്രൂട്ട്സുകൾ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വെറുതെ പോകുന്നതല്ലേ, ഒരു ലൈക്ക് ചെയ്യുന്നേ, ഒരു കമൻസൊക്കെ അങ്ങ് എഴുത്. ഇതെങ്കിൽ ആർക്കെങ്കിലും പ്രയോജനമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.